എന്റെ പൊന്റെ ഗഡിയോളെ, ഇത് ഞങ്ങളുള്ളത് തൃശ്ശൂരാണ്. എല്ലാ ഗഡിയോൾക്കും ഹാപ്പി പുലിക്കളി ദിനം. ഓണമാണോ? ഓണമാണ്. അതാണ് എന്റെ പ്രേക്ഷകർ കാണുന്നുണ്ട്. എന്റെ ചുറ്റും നിൽക്കുന്നത് കുറെ പുലികളാണ്. ആ പുലികൾക്കിടയിൽ ഒരു പാവം കുട്ടി പുലിയാണ് ഞാനും. ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെ തൃശ്ശൂരിൽ നിന്ന് കളറാക്കാൻ പോവുകയാണ്. അപ്പം തുടക്കം തന്നെ ന്യൂസ് 18ന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരു പുലിക്കളി ദിനാശംസകൾ അല്ലേ ചേട്ടാ? പറഞ്ഞേ, കൂട്ടത്തിലെ മൂത്ത പുലിയാണോ? അല്ല, മൂത്തല്ല, മൂത്തതൊക്കെ ഇവിടെ ഉണ്ട്. മൂത്തപ്പ വേറെ ഉണ്ട്. എന്താ പേര്? ആന്റോ. എങ്ങനെയുണ്ട്? നല്ല കുടവറൊക്കെ ഉണ്ടല്ലേ? ഇതൊക്കെ കുലിക്ക് ഇങ്ങനെ നടക്കണം നമുക്ക്. തൃശ്ശൂർ നമ്മള് പൊളിക്കും. തൃശ്ശൂർ പൊളിക്കും. എവിടേക്ക് പോണേ? അതാണ്, എവിടേക്ക് പോണല്ലേ? എന്താ ചേട്ടാ പേര്? എന്റെ പേര് അശ്വിൻ. ഇത് കൂട്ടത്തിലെ ചെറിയ പുലിയാണോ? ചെറിയ പുലിയാണ്. പുലിയാണോ? പുലിക്കും. ഇതാ ഇവിടെ ഒരു ചേട്ടനുണ്ട്, നല്ല ഭംഗിട്ട്. ഇത് എപ്പോ തുടങ്ങി ഈ വരയൊക്കെ? 2 മണിയായി. ഇന്നലെ തുടങ്ങി രാവിലെ. ഭയങ്കര പാടാണോ ഇതിങ്ങനെ ഒരുങ്ങി നിൽക്കാൻ? ആവേശമല്ലേ? ആവേശാണ്. നമ്മള് അയ്യന്തോൾ ദേശം ഇന്ന് എന്താ ചെയ്യാൻ പോണ തൃശ്ശൂര്? സമ്മാനടിച്ചു പോകും ഞങ്ങള്. സമ്മാനടിക്കും. ഒന്നാം സമ്മാനം അടിച്ചു. കഴിഞ്ഞതിന് മുമ്പത്തെ 1ാം സമ്മാനം അടിച്ചു. അത് ശരി. അപ്പൊ ഇത്തവണ ഇക്കൊല്ലം അടിക്കണ്ട്. ഒക്കെ അടിച്ചിട്ട് പോളോ. ഈ എത്ര ദിവസമായി ഇങ്ങനെ? ഇന്നലെ രാത്രി തുടങ്ങി. പുലർച്ചെ 3 മണിക്ക് തുടങ്ങിയതാ. പുലർച്ചെ 3 മണിക്ക് നിന്നു. നേരത്തെ വന്നു, 1 മണിക്ക് എത്തി. 3 മണിക്ക് തുടങ്ങി. ഇനി ഇത് 8 മണി, രാത്രി 8 മണി വരെ നിക്കണം. ഇതാ പോലെ ഭയങ്കര പാടാണോ? ആ പാട് ഉണങ്ങി വലിഞ്ഞുമുള അത്രേ ഉള്ളു, ബുദ്ധിമുട്ടുള്ളു. ചേട്ടാ, ഈ വയർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണേ? ഭക്ഷണം കഴിച്ചിട്ട്. എന്നാലത് പറഞ്ഞ ഒരു ടെക്നിക്ക് എങ്ങനെയാണ്? അതില്ലേ, തന്നെ കഴിക്കുക, കിടന്നുറങ്ങുക, അപ്പൊ തന്നെ വരും, വീർത്തോളും. എല്ലാരും അങ്ങനെ തന്നെയാണോ? ഭക്ഷണം കഴിച്ച് മെയിൻറ്റെയിൻ ചെയ്യാണോ വയറ്? ആണോ ചേട്ടാ? അങ്ങനെ പറയാ. എനിക്ക് തോന്നി നിങ്ങൾ തൃശ്ശൂർക്കാരുടെ ഒരു വൈബ് എന്ന് പറയുന്നത് ഈ വയറാണോ? വയറില്ലാത്തവരുണ്ട്, വയറുള്ളവരുണ്ട്. അത് പട്ടിണി കിടന്നു കഴിഞ്ഞാൽ വയറിട്ടു. പക്ഷെ പുലി ആവണമെങ്കിൽ വയറ് വേണം എന്നുള്ള സംഭവം ഉണ്ടോ? അത് വേണം. 6 പാക്ക് ഒരാൾക്ക് പുലിയാൻ പറ്റില്ലേ? വയറിനാണ് കാശ്. വയറിനാണ് കാശ്. വയറ് കുറവുള്ളവർക്ക് കാശ് കുറവ്, വയറുള്ളവർക്ക് കൂടുതലുള്ളവർക്ക് കാശ് കൂടുതൽ. അപ്പൊ ഈ വയറുണ്ടാക്കുക എന്ന് പറഞ്ഞ ഒരു അധ്വാനാണല്ലേ? അതെ. അപ്പൊ ബുദ്ധിമുട്ടുണ്ട്, വയറ് ആയാലും ബുദ്ധിമുട്ടാ. അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് രാവിലെ തന്നെ ഞങ്ങൾ കാണിച്ചു കൊടുക്കാൻ പോകുന്നത് കുറച്ച് പുലിക്കളി ആയാലും നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് സ്റ്റെപ്പ് വെച്ചാലോ? തുടങ്ങാം. എന്നാ അവിടെ ആവട്ടെ, ഒരു സ്റ്റെപ്പ് അവിടെ കാണിക്കേ. വയറ് വേണ്ട ഇതിനൊക്കെ. എവിടെ വയറ്? ഇത് നമുക്കിവിടെ 2 ഇത് കരിമ്പുലിയാണോ? എന്താ ഇതിന്റെ പ്രത്യേകത? കറുത്തിരിക്കുന്നതാണോ? ആണോ? അങ്ങനെയാണോ പ്രത്യേകത? അങ്ങനെ ഉണ്ട്. പിന്നെ ഇത് അധികം ഉണ്ടാവില്ല, 2 ഉണ്ടാവുള്ളൂ. ശരി. കരിമ്പുലി മാത്രല്ല, ഒരു പുള്ളിപ്പുലി ഉണ്ട് അല്ലേ? എന്ത് പുള്ളിപ്പുലിന്റെ പേര്? സുനില് തൃശ്ശൂരുകാരനാണ്. പിന്നെ ഇവിടെ തൃശ്ശൂരുകാര് മാത്രമേ പുലി വേഷം കിട്ടുള്ളൂ? അല്ല, പുറത്തുനിന്ന് ആളുകൾ വരും. ഈ ബംഗാളികളൊക്കെ ഇങ്ങനെ വേഷം കിട്ടുന്ന കേട്ടിട്ടുണ്ട്, ശരിയാണോ? എന്റെ അറിവില് ഉണ്ടായിട്ടില്ല അങ്ങനെ. ഇതുവരെ ആരും വന്നിട്ടില്ല, ഒരു ദേശക്കാരും. എന്റെ അറിവിലുണ്ട്. ഇതില് മൊത്തം തൃശ്ശൂരുകാരാണ്. അപ്പൊ ഈ അയ്യന്തോൾ ദേശത്തിന്റെ ഒരു ആവേശം ഒന്ന് കേൾപ്പിച്ചാലോ? ഒരു പാലക്കാട്ടുകാരനുണ്ട്. ഈ പാലക്കാട്ടുകാരൻ തൃശ്ശൂരിൽ വന്നപ്പോൾ ഒരു വൈബ് എന്താണ്? വൈബ് പ്രത്യേകിച്ച് പറയില്ല, അത് പറയും. ഈ പുലികൾക്ക് നിങ്ങൾക്കൊക്കെ നാണമാണോ? നാണം ഉണ്ടോ നിങ്ങക്ക്? പിന്നെന്താണ് ഒരു ഉഷാറില്ലാത്തത്? കന്നിപ്പുലിന്റെ നാണമാണല്ലേ? ഓക്കെ. എന്നാലേ നിങ്ങള് അയ്യന്തോൾ ദേശത്തിന്റെ ഒരു ആവേശം ഒന്ന് കാണിച്ചു, ഒന്ന് വിളിച്ച് ആർപ്പോ. അതാണ്. അപ്പം നമുക്കിത് അയ്യന്തോൾ ദേശത്തിന്റെ ഒരു ചേട്ടൻ നമ്മളെ കൂടെ ഉണ്ട്. നമുക്ക് ചേട്ടാ, കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം നമ്മൾ കപ്പടിച്ചു. കഴിഞ്ഞ വർഷം ഇറങ്ങാത്തത് കൊണ്ട് കപ്പടിച്ചില്ല. കഴിഞ്ഞ തവണ 2023 ഞങ്ങൾ ഇറങ്ങിയത്. അയ്യന്തോൾ ദേശം 8 സമ്മാനങ്ങളിൽ 8 മത്സരങ്ങളിൽ 7 എണ്ണത്തിലും 1ാം സ്ഥാനം നേടി അയ്യന്തോളിന്റെ ആധിപത്യം നേടുകയായിരുന്നു. ഇക്കുറിയും അയ്യന്തോളിന് ഫസ്റ്റ് അടിക്കണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി ജനപ്രിയരാവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇക്കുറിയും കൈനിറയെ ആവനാഴി നിറയെ ശരങ്ങളുമായി ഇക്കുറിയും തൃശ്ശൂരിന്റെ നഗരവീഥികളെ പുലിച്ചേലും പുലിച്ചുവിടുമായി ഓരോ അയ്യന്തോൾ പുലിയും ജനമനസ്സുകളിൽ കയറിയിരിക്കും. ഇപ്പോൾ മന്ത്രി കെ രാജൻ നമുക്കൊപ്പം ചേർന്നു. മന്ത്രിയിലേക്ക്. വർത്തമാനം നാട്ടിൽ കേൾക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ
പുലി നഗരത്തിലിറങ്ങി ആളുകളെ സന്തോഷിപ്പിക്കുന്ന പുലിയാണ്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. മിനിസ്റ്ററുടെ പ്രതികരണമാണ് കേട്ടത്. മിനിസ്റ്റർ ഇന്നലെ തൊട്ട് ഇവിടെയുണ്ട്. ഈ ഓരോ ആള്, ഈ നാട്ടുകാരനാണ് മന്ത്രി കെ രാജൻ. അദ്ദേഹം ഈ നാട്ടുകാർക്കൊപ്പം അങ്ങ് നടക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. നമ്മളിവിടെ അയ്യന്തോൾ ദേശക്കാർക്കൊപ്പമാണ്. അവരുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ചേട്ടാ, നമ്മളിപ്പം കുറെ നാളെടുപ്പം ഒറ്റ ചേട്ടൻ പറഞ്ഞു നമുക്ക് ജനപ്രിയരാവുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശമെന്ന്. നമ്മൾ ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞ തൃശ്ശൂർ ഇങ്ങ് എടുക്കുവോ ചേട്ടാ? നമ്മള് തൃശ്ശൂർ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂര് നമ്മുടെ തന്നെയാണ്, നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളുടെ ഒരുക്കങ്ങളൊക്കെ അങ്ങനെയാണ്. നമ്മൾ നല്ല രീതിയിൽ ഒരുക്കങ്ങൾ ചെയ്യുന്നുണ്ട്. പുലിക്കളി അല്ലാണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. സൗജന്യമായിട്ടുള്ള PSCയും അങ്ങനെ ബ്ലഡ് ഡൊണേഷനും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ജനങ്ങൾക്ക് അറിയാതെ ഞങ്ങളെ പ്രവർത്തനങ്ങൾ അറിയാം. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് ചെയ്യുക. നമ്മൾ കളിയായാലും കൊട്ടായാലും ടാബ്ലോ ആയാലും എല്ലാ കാര്യങ്ങളും നമുക്ക് പറ്റാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കും അത് ഫീൽ ചെയ്യണ്ടേ? സസ്പെൻസ് ഉണ്ടോ? സസ്പെൻസ് ഉണ്ട്. ടാബ്ലൊക്കെ എല്ലാം ഓപ്പൺ ആണ്. നമ്മൾ ഇന്ന് പത്രത്തിലും വന്നിട്ടുണ്ട്, നമ്മുടെ പുരാണത്തിനെ കുറിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേകതയുണ്ടല്ലോ, ആ മീനിനെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ജനസാഗരത്തിനിടയിൽ കൂടെ ഒരു മീനിനെ ഇറക്കാന്നാണ് നമ്മുടെ ഒരു ഇത്. ആ മീൻ മാത്രമല്ല, ഒരു പുലി മുകളിലുള്ള ഒരു മീൻ. അപ്പൊ പുലി മീൻ എന്നാണ് നമ്മൾ അതിന് പേരിട്ടിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പൊ എന്തായാലും പൊളിക്കും നമ്മള്. തകർക്കും അങ്ങോട്ട്. അതെ. അപ്പൊ എന്തായാലും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം 9 ടീം, 9 പുലിക്കളി ടീമുകൾ ഇറങ്ങുകയാണെന്നുള്ളൊരു വലിയ പ്രത്യേകതയാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി സ്വരാജ് റൗണ്ട് അത് പുലി പിടിക്കുമെന്ന കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. കഴിഞ്ഞ വർഷം വരെ 7 പുലിക്കൂട്ടങ്ങളായിരുന്നു ഇറങ്ങിയിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഏറ്റവും പ്രധാനമായി 9 പുലിക്കൂട്ടങ്ങൾ ഇറങ്ങുന്നുള്ളൊരു വലിയ പ്രത്യേകത ഈ വർഷമുണ്ട്. അതിലുള്ള ഒരു വലിയ പുലി ടീമിന്റെ കൂടെയാണ് കഴിഞ്ഞ മുൻപത്തെ വർഷം പോലും കപ്പടിച്ചൊരു വലിയ ടീമിന്റെ അയ്യന്തോൾ ദേശത്തിന്റെ കൂടെയാണ് നമ്മൾ രാവിലെ ഉള്ളത്. നമ്മുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ പുലിമടകൾ, അങ്ങനെയാണ് ഇവർ പറയുന്നത്. ഈ പുലിമടകളിൽ നിന്ന് ഒരുപാട് നമ്മുടെ നവമിയുണ്ട്, ഒപ്പം അനുമോദേട്ടനുണ്ട്, എല്ലാവരും ചേരുന്നുണ്ട്. എന്തായാലും തുടക്കത്തിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇവർക്കൊപ്പമാണ്. ചേട്ടാ, നിങ്ങൾ പുലികള് നൃത്തം വയ്ക്കുക മാത്രമുള്ള പാട്ട് പാടുവോ? ഇന്നൊരു പാട്ടായാലോ? ആരാണ് പാട്ട് പാടുക? ആ ചേട്ടനാണ്. നിങ്ങൾ ആരും പാടത്തില്ലേ? ചേട്ടന്റെ പേരെന്തായിരുന്നു? സുരേഷ്. സുരേഷ് ചേട്ടൻ എത്ര വർഷമായി? 15 വർഷമായി. 15 വർഷമായിട്ട് പുലിയാവുന്നുണ്ട്. ആണ്. ഭയങ്കര സീരിയസ് പുലിയാണല്ലേ? തൃശ്ശൂർ പൂരം കഴിഞ്ഞ പിന്നെ നമ്മുടെ പുലിക്കളി തന്നെ. പുലിക്കളി തന്നെയാണ്. ഒരു വർഷമായിട്ടുള്ള ഒരു ഇതാണല്ലേ? നമ്മൾ പറയും കാവിലെ പാട്ട് മത്സരത്തിന് കാണാൻ, അതേപോലെ നമ്മൾ പറയാറ് അടുത്ത പൂരത്തിന് കാണാൻ കെട്ടിയെ, അങ്ങനെയാണോ? അങ്ങനെ തന്നെയാണ്. എന്നാൽ ഈ പുലി ഭയങ്കര സീരിയസ് പുലിയാണ്. ഇവിടെ ഒരു കുട്ടി പുലിയുണ്ട്. ഇത് കുട്ടി പുലിയാണോ അല്ലെ ചെറിയാണോ? 6 പാക്ക് പുലിയാണോ? ഞങ്ങളുടെ 6 പാക്ക് പുലിയായിരുന്നു. കല്യാണം കഴിഞ്ഞു 6 പാക്ക് മാറി. അല്ല, അപ്പൊ ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് 6 പാക്ക് പോവോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? നല്ല ഭാര്യമാരാണെങ്കിൽ നല്ല ഭക്ഷണം കൊടുത്താൽ 6 പാക്ക് പോകും. ഈ പുലിക്ക് എന്തൊരു നാണം. പുലി സംസാരിക്കില്ലേ? പിന്നെ സംസാരിക്കും. അപ്പൊ ഈ 6 പാക്ക് മാറാനുള്ള ഒരു കാരണം എന്താ? ഭാര്യ തന്നെയാണോ? അത് പറഞ്ഞ പോലെ നല്ല ഭക്ഷണം തന്നുകൊണ്ട്. അപ്പൊ അത്രയും കാലം നല്ല ഭക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല? അത് കിട്ടിയിരുന്നു. അല്ല, അങ്ങനെയല്ല, ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ വന്നുള്ളൂ. പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ 6 പാക്ക് പുലിയായിരുന്നു. പക്ഷെ കല്യാണം കഴിച്ചതോടുകൂടി ആ 6 പാക്ക് പോയതാണ് പുലി പറയുന്നത്. പുലിയുടെ പേരെന്താ? ഗോഡ്സൺ. ഇത് എന്ത് പുലിയാണ്? ഇത് ജാഗോർ പുലി. ജാഗോർ പുലി. ജാഗോർ പുലിയുടെ പ്രത്യേകത എന്താ? 4 കുത്തില് സെന്ററിൽ ഒരു റെഡ് കളർ വരും. ഈ 6 പാക്ക് പൊക്കി ഭാര്യ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ആദ്യമായിട്ടാണോ ഇറങ്ങണത്? അല്ല, 4ാമത്തെ വർഷം. 4ാമത്തെ വർഷമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ 4 വർഷം? നന്നായി. അതിലൊരു വർഷം നമ്മള് കൊറോണ പ്രശ്നങ്ങളായതുകൊണ്ട് നമ്മള് വെറിച്ച് പുലിക്കളിയായിരുന്നു. ബാക്കി 2 വർഷം റൗണ്ടിലായിരുന്നു. എനിക്ക് തോന്നി കൂട്ടത്തില് ഏറ്റവും വയറ് കുറഞ്ഞ പുലിയാണല്ലേ? അത് ശരിയാണ്. 6 പാക്ക് ഉണ്ടായിരുന്നു, പോയി. 6 പാക്ക് പോയ പുലിയാണ്. ഓക്കെ. ചേട്ടാ പേരെന്താ? എന്റെ പേര് ജയൻ. ആള് നല്ല പാട്ടുകാരനും കൂടിയാണ്. ആളൊരു പാട്ടും പാടും. അപ്പൊ നമുക്ക് ആളുടെ പാട്ട് കേട്ടിട്ട് വരാം. അപ്പൊ നമുക്ക് ഇവിടുത്തെ കുട്ടിപ്പുലിയുടെ പാട്ട് കേൾക്കാം. പേരെന്തായിരുന്നു? ഗോഡ്സൺ. ഗോഡ്സന്റെ ഒരു പാട്ടായാലോ? ഗോഡ്സൺ പുലിയുടെ പാട്ടല്ലേ? വരിക 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 വാ വരിക ദൈവമേ, ദൈവം തെളിയോ ദേവാ,
തെയ്യോം തക തെയ്യത്ത കിഴക്കൂതിക്കേണ സൂര്യ ഭഗവാനെ ഞാനൊന്നു കൈ തൊഴുന്നേ തെയ്യോം തക തെയ്യത്ത. താങ്ക് യു. ഓക്കെ, അപ്പം നമ്മള് 6 പാക്ക് പോയ ഒരു ചെറിയ 6 പാക്ക് ഉള്ള പുലിയുടെയാണ് കേട്ടത്. നമുക്കിതാ ഇവിടെ നമ്മുടെ വലിയ നേരത്തെ നമ്മൾ പരിചയപ്പെട്ട ചേട്ടന്റെ പേര് ഞാൻ മറന്നു. ആൻഡു പുലിച്ചേട്ടനാണ് അല്ലേ? ഉപ്പുലിയാണ് അല്ലേ? ഉപ്പുലിയാണ് ഇവിടുത്തെ. ഓക്കെ, അപ്പൊ ചേട്ടൻ നന്നായിട്ട് പാട്ടൊക്കെ പാടും. ഞാൻ തൊട്ട് കഴിഞ്ഞ പെയിന്റൊക്കെ പോവോ? പക്ഷെ കൊള്ളാം, എനിക്ക് വയറ് ഇഷ്ടപ്പെട്ടു കേട്ടോ.